ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. ഒരു 2 കിലോ ബീഫിൻ്റെ കറി. അതിനായിട്ട് ഞാനൊരു 4-5 സവാള എടുത്തത്, മീഡിയം സൈസിലെ 4-5 സവാള ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ ഈ ചേർത്തത് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി മാത്രം, പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി. വലിയതായതുകൊണ്ട് ഞാനതൊന്ന് കീറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്, വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം, ഇതിപ്പം മീഡിയം സൈസിലായതുകൊണ്ട് 2 ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം വഴട്ടാനേ. അപ്പം ബീഫ് ഇവിടെ ഞാൻ നന്നായി കഴുകി വാരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലറിയാൽ എത്ര വിസിലടിച്ചാൽ വേവുമെന്നുള്ളത്. അപ്പം ബീഫ് കഴുകുമ്പം അതിൻ്റെ ബ്ലഡൊക്കെ നന്നായി പോകാനായിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായി 3-4 പ്രാവശ്യം കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലഡെല്ലാം നന്നായി പോയി അത് ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പം സവാളയും ടൊമാറ്റോയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ഇച്ചിരിയും കൂടെ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ മസാലകളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മസാലയുടെയൊക്കെ പച്ചമണം എല്ലാം പോയി അതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോടു കൂടി ഒഴിച്ചേരെ, കാരണം ബീഫ് മൊത്തത്തിലങ്ങ് വെന്തിട്ടില്ല. ഇനിയും ബാക്കി വേവാനുള്ളത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒരു ഏറ്റവും ചെറുതുമല്ല മീഡിയം അല്ലാത്തൊരു രീതിയിൽ തീ വെച്ചിട്ട് അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. കാരണം ഈ ഇറച്ചിക്കകത്ത് ഇനിയും അതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിക്കണേ. അപ്പം ബീഫൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായി, അതൊന്ന് വെന്തിട്ടുണ്ട്, അതിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇത്തിരി കടുക് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇപ്പം ചിലർ കടുക് വറുക്കാറില്ല, കടുക് വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ബീഫിൻ്റെ അകത്തൊക്കെ ഇച്ചിരി കടുക് കൂടുതൽ ചേർത്താലും ഒരു വല്ലാത്തൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറക്കുന്നുണ്ട്. ഞാനങ്ങനെ അരിപ്പയിൽ വെക്കാൻ കാര്യം, തേങ്ങാക്കൊത്തൊന്ന് മുറിച്ചെടുത്തുണ്ടെങ്കിൽ ആ തേങ്ങയിൽ നാരൊക്കെ അതിലായി, അതൊന്നേരം ഒന്ന് കഴുകിയിട്ട് വെള്ളം വരാനായിട്ട് ഈ അരിപ്പയ്ക്കകത്തോട്ട് വെച്ചാൽ, എന്നിട്ട് അതുകൂടെ ഒന്നിട്ട് നന്നായി ഒത്തിരി ഒന്ന് വഴന്ന് വരട്ടെ. കാരണം അതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് വരട്ടെ. അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊച്ചുള്ളി ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 ഫ്രഷ് കറിവേപ്പില ഇവിടെ മാറ്റി വെച്ചിരുന്ന കടുക് വറക്കാൻ നേരം ഇടാനായിട്ട്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കത്തെ ആണെങ്കിൽ 2-3 ഒക്കെ ചേർത്താലും ഒരു കുഴപ്പമില്ല. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് സവാള ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാമേ. കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 10-15 കൊച്ചുള്ളിയും കൂടെ ചേർത്തോ. എന്നിട്ട് നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്.